ഹായ് എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒറട്ടിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര എരിവ് കാണത്തില്ല, എന്നാൽ കറിക്ക് നല്ല കളറും കിട്ടും. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം. നമ്മൾ 1.25 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് കുറച്ച് അത്യാവശ്യം നല്ലോണം മസാല ചേർക്കണം. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം നാരങ്ങ നീര്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാക്കണം. നമ്മൾ ഗരം മസാല ഉപയോഗിക്കുന്നില്ല, ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്ന മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാനിൽ ഞാൻ 2 ചെറിയ കഷ്ണം പട്ട ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ഒരു 6-7 ഗ്രാമ്പൂ ചേർക്കാം. പിന്നെ ഒരു 4-5 ഏലക്ക. ഇനി ഒരു 1.5 ടീസ്പൂണോളം പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മസാല മൂത്ത നല്ലൊരു മണം വരണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ ഒക്കെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങി, നല്ല മണവും വരുന്നുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു ഇടികല്ലിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഗരം മസാലയ്ക്ക് പകരം ഇതുപോലെ ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്ത മസാല ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഒരു പാൻ എടുക്കുക. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാൻ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ആദ്യം നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് അതിനാവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ, ഒത്തിരി വേണ്ട. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ കുറച്ച് സമയം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഓരോ സൈഡും ഒരു 1 മിനിറ്റ് വീതം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒത്തിരി മൊരിയോ അല്ലെങ്കിൽ വേവോ ഒന്നും വേണ്ട. പിന്നെ നമ്മൾ കറിയിലിട്ട് വേവിക്കുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ ഫുൾ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റണം. ചിക്കനെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ് ബാക്കി കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കൂടുതൽ ഒഴിച്ചിട്ടില്ല. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും ഇടാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി. നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പ് നല്ലതായിട്ട് മാറണം. സവോളയും നന്നായി വാടി വരണം. ഇനി ഇതിനകത്ത് 2 തക്കാളി ചേർക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് കൂടുതൽ നല്ലത് കേട്ടോ. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് സവാളയുടെ കൂടെ ചേരണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരണം, നല്ല റോസ്റ്റായി വരണം. അതുവരെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയും സവാളയും കൂടി നല്ലതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നല്ലതായിട്ട് മസാല ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇതിന് കുറച്ച് മതി. ഇനി പൊടികൾ നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികൾ ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. അപ്പോൾ ആ മസാലയുടെ കളർ കണ്ടോ, നല്ലൊരു ബ്രൗൺ കളർ പോലെ വന്നിട്ടില്ലേ, അങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്ന കാരണം ചിക്കൻ എന്ന അധികം വെള്ളം ഇനി വരത്തില്ല, കുറച്ചേ വരുള്ളൂ. അപ്പോൾ ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിന്ന് ഒറട്ടിയുടെ കൂടെ സെർവ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം. കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നിയാൽ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഗ്രേവിയിലോട്ട് അതിൻ്റെ ആ ഒരു ഉപ്പൊക്കെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് അടച്ചു വയ്ക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഗ്രേവിയിൽ ഉപ്പ് നോക്കണം. എന്നിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കത് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം. ഗ്രേവി കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ആവശ്യത്തിന് വെള്ളം, അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് ഇതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 3-4 ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ നമ്മൾ ചേർക്കാതിരുന്നത് ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. കറിയുടെ ഗ്രേവിയുടെ കൂടെ അങ്ങ് ചേർന്ന് പോകും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പം ഈ ഉരുളക്കിഴങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒറട്ടിയുടെ കൂടെ കഴിക്കാൻ കിട്ടണം. അതിനായിട്ടാണ് ഇത് ചിക്കൻ പകുതി വേവായിട്ട് ചേർത്തത്. വീണ്ടും നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതേ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ചിക്കനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ നല്ല കുറുകി, അതുപോലെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി റെഡിയാണ്. ഇനി ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് ഒരല്പം നെയ്യും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂൺ, ചെറിയ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഇതങ്ങ് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് കറി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പം നല്ലോണം എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് മസാലയും അതുപോലെ അവസാനം ചേർത്ത നെയ്യുടെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ഒറട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിന്ന് 3 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഒറട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് എടുത്തത് കേട്ടോ. ഇതൊന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അരയൊന്നും വേണ്ട, ജസ്റ്റ് മിക്സിയിലിട്ട് 2-3 തവണ ഒന്ന് പൾസ് ചെയ്തങ്ങ് എടുത്താൽ മതി. കുറച്ച് വലിയൊരു പാൻ എടുക്കുക. നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം അതിന് പാകത്തിനുള്ള ഒരു പാൻ എടുക്കുക. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ അടിച്ചു വെച്ച തേങ്ങയും വെള്ളവും കൂടി അടിച്ചു വെച്ചുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് കൂടുതൽ വെള്ളം ചേർക്കണം. 3 കപ്പ് അരിപ്പൊടിക്ക് 3.25 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾ 2 കപ്പ് അരിപ്പൊടി എടുത്താൽ 2.25 കപ്പ് വെള്ളം എടുക്കുക. നമ്മളൊന്ന് തിളപ്പിച്ച് കഴിയുമ്പം കുറച്ച് വെള്ളം ഒന്ന് വറ്റും. അപ്പോൾ അത് കണക്കാക്കിയാണ് ഒരു 1/4 കപ്പ് വെള്ളം കൂടുതൽ നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ തേങ്ങയിൽ ചേർത്ത വെള്ളം ഉൾപ്പെടെ 3.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. ചെറിയ ജീരകമാണ് നമ്മൾ തോരനൊക്കെ ചേർക്കുന്നത്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ അരിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ അതിനും കൂടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അത് കണക്കാക്കി ചേർക്കണം. ഇനി ഇതിലൊരു 2 ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഈ ഒറട്ടി തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളച്ച് വരണം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിനകത്ത് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയാണ് വേണ്ടത്. വറുത്ത അരിപ്പൊടി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പാൻ്റെ താഴെയൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. നല്ല ചൂടായതുകൊണ്ട് നമുക്കത് കൈവച്ചൊന്നും കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ചൂട് മാറാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. അതേ പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇപ്പോഴും ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ ഈ ചൂടോടുകൂടി തന്നെയാണ് ഇത് നല്ലതായിട്ട് കുഴച്ചെടുക്കേണ്ടത്. ഇത് തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് കിട്ടത്തില്ല. കുഴച്ചെടുക്കുന്ന പരുവം ശരിയാവത്തില്ല. അപ്പം അതുകൊണ്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ആ നല്ല ചൂട് ഒന്ന് മാറിക്കഴിയുമ്പോൾ തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ സാധാരണ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കും. അതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കിയിട്ട് പതുക്കെ ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ കൂട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും ഈ സമയത്ത്. പക്ഷെ എന്ന് വിചാരിച്ച് കൂടുതൽ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കരുത്. നമ്മളിങ്ങനെ കൈ വെള്ളത്തിൽ മുക്കി പതുക്കെ ഇത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പരുവം കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കുക. അത്യാവശ്യം നല്ല ചൂടുണ്ടാവും ഇതിന്.
അപ്പോൾ അതേ മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തു. കണ്ടോ, ഇതുപോലെ ആയി വരും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒട്ടും വെള്ളം ഞാൻ കൂടുതൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യം കണ്ട മാവ് തന്നെയാണിത്. നല്ലതായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. മാവ് ദേ ഇതുപോലെ ആയിരിക്കണം. പിന്നെ നമുക്ക് ഒരട്ടി പരത്താൻ തുടങ്ങാം. എപ്പോഴും ഈ മാവ് അടച്ചു വെക്കണം. നമ്മൾ ഓരോ ഒരട്ടിയും പരത്തുന്ന സമയത്ത് അടച്ചു വെച്ചില്ലെങ്കിൽ പുറമേ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഒരട്ടി പരത്താനായിട്ട് ഞങ്ങൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഒരട്ടി പരത്താനായിട്ട് തന്നെ ഒരട്ടി തട്ട് എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടും. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും എടുക്കുക. അതിനകത്ത് ഈ മാവ് വെച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ താഴെ ജസ്റ്റ് ഇതുപോലൊരു റൗണ്ട് പ്ലേറ്റ് വയ്ക്കുക. ഇനി ഇതിനകത്ത് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓരോ തവണ എണ്ണ ഒഴിക്കണമെന്നില്ല. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ മാവ് ഒട്ടുന്നു തോന്നിയാൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ 2-3 ഒരട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു തവണ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് സൈഡിൽ ഒരല്പം വെള്ളം എടുത്ത് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിരൽ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പരത്തൂലേ, അതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഒരുപാട് കട്ടി കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഉരട്ടിയുള്ളത്. പിന്നെ ഇതങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും അല്ല കേട്ടോ വരുന്നത്. ചിലരിങ്ങനെ പരത്തിയതിന് ശേഷം പിന്നെ ഒരു പാത്രം എന്തെങ്കിലും വെച്ച് കറക്റ്റ് റൗണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സില്ലേ, അതിനകത്ത് വെച്ചും ഇത് പരത്തിയെടുക്കാം. പിന്നെ ഉരട്ടി ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനോ ദോശക്കല്ലോ ഏതായാലും മതി. പിന്നെ ഇത് പരത്തി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചുട്ടെടുക്കണം. നമ്മൾ ഈ പത്തിരിയും ചപ്പാത്തിയൊന്നും ഉണ്ടാക്കുന്ന പോലെ പരത്തി വെച്ചിട്ട് പിന്നെ ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റത്തില്ല. ഓരോന്നും പരത്തി എടുത്തതിന് ശേഷം അപ്പം തന്നെ കല്ലിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തു. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റുമ്പോൾ ഈസി ആയിട്ട് അത് ഇളകി വരും. പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ വാട്ടിയെടുത്ത മാവല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. 2 സൈഡും ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ സ്പോട്ട്സ് കാണുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഓരോ സൈഡും വെന്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത ഒരട്ടി പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കുത്തു പോലെ വന്നിട്ടില്ലേ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒരട്ടിയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ ഒരട്ടിയും ചിക്കൻ കറിയും റെഡിയായി. ആ ചിക്കൻ കറി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് അടച്ചൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനിലോട്ട് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഒരട്ടിയും ചിക്കൻ കറിയും. കുറേ പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ റംദാൻ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.